നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. മാപ്പ് ചോദിച്ച് ബോബി. വനനിയമ ഭേദഗതി വേണ്ടെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ പിൻവാങ്ങിയത് കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കുന്നതായ ആക്ഷേപം. സർക്കാരിനെതിരെ സമരവുമായി AIYF. വാഴച്ചാൽ വനം ഡിവിഷന് കീഴിൽ ഏഴാറ്റുമുഖത്ത് കൊമ്പനെ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. വെടിയേറ്റ അടയാളമാണെന്ന പ്രചരണം തള്ളി വനം വകുപ്പ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് മിഠായി കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സംഭവത്തിൽ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മിഠായി കഴിച്ച് ഭക്ഷ്യവിഷബാധയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത മിഠായികൾ വിപണിയിൽ സജീവം. നമസ്കാരം. നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടർന്നതിനാൽ ഹൈക്കോടതി നടപടിയെടുത്തേക്കുമെന്ന അസാധാരണ അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് ജയിലിന് പുറത്തിറങ്ങാൻ ബോബി തയ്യാറായത്. താൻ പുറത്തിറങ്ങാതിരുന്നത് ജയിലിൽ തുടരുന്ന സഹതടവുകാരെ സഹായിക്കാനാണെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുതെന്ന് കോടതി പറഞ്ഞു. മറ്റ് തടവുകാരുടെ വക്കാലത്ത് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുക്കേണ്ടതില്ല. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നാടകമെന്നറിയാമെന്നും വേണ്ടിവന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദാക്കുമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും ഉത്തരവിടാൻ കഴിയുമെന്നും കോടതി പറഞ്ഞു. കോടതിയോട് നിരുപാധികം മാപ്പ് ചോദിച്ച് ബോബി ചെമ്മണ്ണൂർ. കോടതിയെ അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. മാപ്പപേക്ഷ സ്വീകരിച്ച കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. തൃശൂരിൽ വാർത്താസമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ബോബി ചെമ്മണ്ണൂർ പിന്നീട് അത് റദ്ദാക്കുകയായിരുന്നു. വനനിയമ ഭേദഗതി വേണ്ടെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ. നിലവിലെ ഭേദഗതിയിൽ ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കാതെ മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനനിയമ ഭേദഗതിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചത്. കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വനനിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് വാശിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തൊഴിൽ നൽകാൻ ഏജൻസികളെ നിയോഗിക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കം AIYF തിരുത്തുമെന്ന് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസാദ് പറേരി പറഞ്ഞു. തങ്ങൾക്കിഷ്ടമുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം തൊഴിൽ നൽകിയാൽ മതി എന്നുള്ള തീരുമാനം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എടുക്കുവാൻ വേണ്ടിയുള്ള ഗൂഢശ്രമം നടക്കുമ്പോൾ അതിനെ തിരുത്തുമെന്ന് തന്നെയാണ് AIYF വിശ്വസിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭയ്ക്കകത്തും മന്ത്രിസഭയ്ക്കകത്തും AIYFന്റെ പ്രതിഷേധം എത്തിച്ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സമരം വളരെ സമാധാനപരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ തീരുമാനത്തിനകത്ത് നിന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നോട്ട് പോയില്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട CPIയുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന യുവജന സംഘടന തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുമെന്ന്. യുവാക്കളെ വഞ്ചിക്കുന്ന സമീപനം ആരെടുത്താലും ശക്തമായ സമരം ഉണ്ടാകും. ഇനിയുള്ള തൊഴിലുകളെല്ലാം ഏജൻസികൾക്കോ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾക്കോ വിട്ടു നൽകുമെന്ന രീതിയിലേക്ക് ഏകപക്ഷീയമായി സർക്കാർ നീങ്ങിയാൽ അതിനെതിരെ AIYF മുൻപിലുണ്ടാകുമെന്നും പ്രസാദ് പറേരി പറഞ്ഞു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനി, ദേശീയ കൗൺസിൽ അംഗം അലൻ പോൾ, AISF ജില്ലാ സെക്രട്ടറി അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വരാജ് റൗണ്ട് ചുറ്റിയെത്തിയ മാർച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കവാടത്തിൽ പോലീസ് തടയുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. വാഴച്ചാൽ വനം ഡിവിഷന് കീഴിലെ ഏഴാറ്റുമുഖത്ത് മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനാനയെ കണ്ടെത്തി. വെടിയേറ്റ അടയാളമാണെന്ന പ്രചരണമുണ്ടായതോടെ ഔദ്യോഗിക പരിശോധനയ്ക്ക് വനം വകുപ്പ് രംഗത്തിറങ്ങി. എന്നാൽ മറ്റ് ആനകളുമായുള്ള സംഘർഷത്തിനിടെ കൊമ്പുകൊണ്ടാണ് പരിക്കുണ്ടായതെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. വലിയ മുറിവാണ് ആനയുടെ മസ്തകത്തിൽ. വെടിയേറ്റതാണെങ്കിൽ മുറിവ് ചെറുതായിരിക്കുമെന്നും DFO പറഞ്ഞു. ബീറ്റിംഗിനിടെ പരിക്കുള്ള ആനയെ വനപാലകർ പലവട്ടം കണ്ടിട്ടുണ്ട്. വാലിന്റെ അറ്റം മുറിഞ്ഞുപോയ ആനയാണിത്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി റോഡിൽ കണ്ണൻകുഴിയിൽ വെച്ച് ഷൂട്ടിങ്ങിന് പോയ സംഘത്തിന്റെ കാർ ആക്രമിച്ചത് ഈ ആനയാണ് ണെന്ന് വനപാലകർ സംശയിക്കുന്നു. എങ്കിലും കൂടുതൽ പരിശോധന നടത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം വനപാലകർ രംഗത്തെത്തിയിട്ടുണ്ട്.
കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് കടയിൽ നിന്ന് മിഠായി വാങ്ങി കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വകുപ്പും അന്വേഷണം ആരംഭിച്ചു. സെന്റ് ആൻസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് മിഠായി കഴിച്ചതിനെ തുടർന്ന് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. മിഠായി കഴിച്ച് അല്പസമയം കഴിഞ്ഞതോടെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. മിഠായിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി കാക്കനാട്ടുള്ള ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. മിഠായി വിൽപ്പന നടത്തിയ സ്ഥാപനത്തിന്റെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് കാലാവധി കഴിഞ്ഞതായി പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. മിഠായി കഴിച്ച് ഭക്ഷ്യവിഷബാധയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത മിഠായികൾ വിപണിയിൽ സജീവം. സ്കൂൾ പരിസരങ്ങളിലെ കടകളിലാണ് ഇത്തരം മിഠായികൾ കൂടുതലായും വിൽപ്പനയ്ക്കെത്തുന്നത്. മിഠായി വാങ്ങിക്കഴിച്ച് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേൽക്കുന്ന സംഭവങ്ങൾ ഏറുകയാണ്. ഇത്തരം മിഠായികൾ വാങ്ങുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്രിമ നിറങ്ങൾ, നിരോധിച്ച നിറങ്ങൾ എന്നിവ ചേർക്കുന്ന മിഠായികൾ വിപണിയിലെത്തുന്നുണ്ട്. റോസ് പിങ്ക് നിറത്തിലുള്ള പഞ്ഞിമിഠായി ഒരു കാരണവശാലും വാങ്ങിക്കഴിക്കരുതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നു. ഇതിൽ നിരോധിച്ച റോസ്മീൻ ബി എന്ന കളർ ചേർക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള ലേബലിലുള്ള മിഠായികൾ മാത്രം കഴിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കി TCV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ഒരാഴ്ചയോളമായി പാർക്കിംഗ് കേന്ദ്രത്തിന് പുറത്തെ ശുചിമുറികളിൽ നിന്നുള്ള മാലിന്യം ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയിരുന്നു. വാർഡ് കൌൺസിലറും ഭക്തരും നിരന്തരം പരാതി നൽകിയിട്ടും ദേവസ്വം നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് TCV വാർത്ത നൽകിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാലിന്യം വൃത്തിയാക്കുകയായിരുന്നു. ശുചിമുറിക്ക് സമീപം വലിയ കുഴിയെടുത്ത് മാലിന്യം ഒഴുക്കിവിടുകയായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് സ്ഥാനം രാജിവെച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ കരുവന്തല ഡിവിഷനിലെ മെമ്പറായിരുന്നു ഷാജു അമ്പലത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM അനീഷിനാണ് രാജി സമർപ്പിച്ചത്. ഇടതുമുന്നണി ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ CPM പ്രതിനിധിയായി ജയിച്ചു വന്നതെങ്കിലും ഭരണസമിതിയിലും പ്രവർത്തനങ്ങളിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ചായിരുന്നു രാജി. കരുവന്തല ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയുടെ സഹകരണം ലഭിക്കുന്നില്ലെന്നും CPM പാർട്ടി അനുഭാവിയായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ബ്ലോക്ക് ഡിവിഷനിലേക്ക് ഒരു പദ്ധതി തന്നിട്ടില്ല. എൻ്റെ ബ്ലോക്ക് ഡിവിഷനിൽ ഒരു പദ്ധതി തന്നു കഴിഞ്ഞാൽ ആ പദ്ധതി വെച്ചുകൊണ്ട് അടുത്തൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥിനെ കൊണ്ടുപോയിട്ട് എനിക്ക് പരിചയപ്പെടുത്താം. ഇത് ബ്ലോക്കിന് ചെയ്ത ഫണ്ടിൻ്റെ വികസനമാണ്. തുടർന്നും വികസനം നമുക്ക് കിട്ടും, നമ്മളെ പുതിയ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല. എൻ്റെ ബ്ലോക്കിലെ എൻ്റെ ഡിവിഷനിലെ ചില ഗ്രാമസഭകളിൽ ചെല്ലുമ്പോൾ എന്നെ ജയിപ്പിച്ച എൻ്റെ ആൾക്കാർ പോലും ചോദിച്ചു തുടങ്ങി, താങ്കൾ എന്തിനാണ് പോയത് ബ്ലോക്കിലോട്ട്? 2015 തൊട്ട് 20 വരെ വെങ്ങടക പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കാൻ പറ്റിയ വാർഡ് 14ാം വാർഡായിരുന്നു. എന്ന് വെച്ചാൽ കരയുന്ന കുട്ടിക്ക് പാലുള്ളത് പറഞ്ഞ പോലെ ഞാൻ പരമാവധി ചോദിച്ച് മേടിച്ച് എൻ്റെ വാർഡിലൊരു മെമ്പർക്ക് ചെയ്യാൻ പറ്റിയ വികസനമൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഗുണമാണ് 2020 വമ്പിച്ച ഭൂരിപക്ഷത്തിന് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ നിന്ന് ഞാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ജയിച്ചു വന്നത്. പക്ഷേ ഞാനിവിടെ വെറും ഫോൾട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പാഴ്വസ്തു പോലെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എൻ്റെ നേതാക്കന്മാരോട് ഞാൻ എൻ്റെ പരാതി ഉന്നയിച്ചു. അവിടുന്ന് വ്യക്തമായൊരു നീതി എനിക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പായി. അതിൻ്റെ ഭാഗമാണ് ഞാൻ രാജിവെക്കുന്നത്. ഷാജു അമ്പലത്തിന്റെ രാജിയോടെ ഭരണസമിതിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് മറനീക്കി പുറത്തുവരുന്നത്. പാർട്ടി നേതാക്കൾ നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും ഷാജു അമ്പലത്ത് രാജിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അംഗത്തിന്റെ രാജി പാർട്ടിയിൽ ചർച്ചാ വിഷയമാകും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് രാജിവെച്ചതിൽ വിശദീകരണവുമായി CPM നേതൃത്വം രംഗത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിവെച്ച വിഷയത്തിൽ സംഘടനാപരമായി ഒരു വിഷയവുമില്ലെന്നും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് രാജിക്ക് പിന്നിലെന്നും CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ വ്യക്തമാക്കി. മികച്ച ജനപ്രതിനിധിയായിരുന്നു ഷാജു അമ്പലത്ത്. അംഗത്വം രാജിവെച്ച നടപടി ദൗർഭാഗ്യകരമാണെന്നും രമേശൻ പറഞ്ഞു. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് രാജിവെച്ച വിഷയം സംഘടനാപരമായ ഒരു പ്രശ്നങ്ങളുമില്ല. വ്യക്തിപരമായ എന്തെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് മോശമായി പോയി, ദൗർഭാഗ്യകരമായി എന്നാണ് പാർട്ടിക്ക് അതിനെ സംബന്ധിച്ച് വിലയിരുത്താനുള്ളത്. അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. റോഡിൽ കൂട്ടിയിട്ട മെറ്റലിൽ ബൈക്ക് കയറിയപ്പോൾ തെന്നിമറിഞ്ഞുണ്ടായ അപകടത്തിൽ കേബിൾ TV ടെക്നീഷ്യന് പരിക്ക്. മേക്കാട് ഏജന്റ് പുത്തൻവീട്ടിൽ രമേശിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ രമേശ് ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രി 7:30 അപകടം. മാള പഞ്ചായത്തിന്റെ വടമ പതിയാരി റോഡിൽ LP സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. രാവിലെ രമേശ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ റോഡിൽ മെറ്റൽ കൂനയില്ലായിരുന്നു. രാത്രി തിരിച്ചെത്തുന്നതിനിടയിലാണ് മെറ്റൽ ഇറക്കിയിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ രമേശിന് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട്. മെറ്റൽ കൂട്ടിയെടുത്ത് അധികൃതരുടെ അനാസ്ഥയാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട് രമേശ് മാള പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്.
അതും 90-95% റോഡിൽ തന്നെ ഒരു സൈക്കിൾ പാട് പോകാനുള്ള വഴിയുള്ളൂ. പക്ഷേ അവിടെ സീറ്റ് ലൈറ്റും ഒന്നും കത്തണമെന്നില്ല. എൻ്റെ വണ്ടിയുടെ ലൈറ്റിലും നമുക്ക് മെറ്റൽ കാണാൻ പറ്റില്ലല്ലോ. അതിൽ അവിടെ ജസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ബ്രേക്ക് ചവിട്ടിയ ആ മെറ്റലിൽ കണ്ട് സ്കിഡ് ചെയ്തിട്ട് വണ്ടി വീണു. ഈ വണ്ടി എൻ്റെ ഒരു കാൽമേക്കും തേട്ട് വീണായിരുന്നു. ഇപ്പോൾ ഈ കൈയിൻ്റെ ഷോൾഡർ തിരിഞ്ഞു. ഇതിൻ്റെ മറ്റേ ചട്ടയുടെ അവിടെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിറച്ച് മെറ്റലിൻ്റെ പൊടികളായിരുന്നു. പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷനിൽ വാക്ക് തർക്കത്തെ തുടർന്ന് വടിവാൾ ഉപയോഗിച്ച് യുവാക്കൾ പരസ്പരം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പീച്ചി സ്വദേശികളായ രാഹുൽ, പ്രിൻസ്, മാരാക്കൽ സ്വദേശി പ്രജോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിക്ക് പീച്ചി റോഡ് അടിപ്പാതയ്ക്ക് സമീപത്തായി നടന്ന വാക്ക് തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുഞ്ഞിന്റെ അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ആസാം സ്വദേശിയായ യുവാവ് കുറ്റക്കാരനാണെന്ന് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. ആസാം സ്വദേശി ജമാൽ ഹുസൈനാണ് പ്രതി. 2023 മാർച്ചിൽ മുപ്ലിയത്തുള്ള ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് സംഭവം. 5 വയസ്സുള്ള നജറുൽ ഇസ്ലാം എന്ന കുട്ടിയെയാണ് കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ അമ്മ നജ്മ ഖാത്തൂണിനെയും ഇയാൾ ആക്രമിച്ചിട്ടുണ്ട്. നാട്ടിലെ സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. അമ്മയുടെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന സമയത്താണ് ഇയാൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KV സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു എന്നിവർ ഹാജരായി. ശിക്ഷ കോടതി വെള്ളിയാഴ്ച പ്രസ്താവിക്കും. ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. കേരളത്തിലെ വിവിധ പോലീസ് ബറ്റാലിയനുകളിൽ നിന്നുള്ള 150 റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. രാമവർമ്മപുരത്തെ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിശിഷ്ടാതിഥിയായി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. 6 മാസം നീണ്ട പരിശീലന കാലയളവിൽ വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ അംഗങ്ങൾക്കുള്ള ട്രോഫികളും അദ്ദേഹം സമ്മാനിച്ചു. ADGP MR അജിത് കുമാർ, റിസർവ് ബറ്റാലിയൻ അക്കാദമി ഡയറക്ടർ KS സേതുരാമൻ, കമാൻഡന്റ് M ഹേമലത, DIG ഇൻചാർജ് R ആനന്ദ, തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ എന്നിവർ പങ്കെടുത്തു. MTech, BTech, PG ബിരുദം തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരാണ് പുതിയതായി സേനയുടെ ഭാഗമായത്. കാര്യക്ഷമതയും ഉപയോഗിച്ച് കൂത്താടുകുളത്ത് കാട്ടുപന്നിയിടിച്ച് കാർ മറിഞ്ഞ് വരവൂർ സ്വദേശികൾക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയായിരുന്ന മോഹനൻ, സുധീഷ്, സന്തോഷ് കുമാർ, നവീൻ, സ്മിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൂലൈ 29, 30, 31 തീയതികളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് 2 ദിവസത്തിൽ കൂടുതൽ വെള്ളം കയറി വീടും വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ട 10,162 കുടുംബങ്ങൾക്ക് 5,000 രൂപ വീതം 5,08,10,000 രൂപയുടെ ധനസഹായം വിതരണം ചെയ്തതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ജൂലൈ മാസത്തിലെ കനത്ത മഴയിൽ 12,057 കുടുംബങ്ങൾക്കാണ് വീടും വീട്ടുപകരണങ്ങളും നഷ്ടമായത്. കുന്നംകുളത്ത് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ചൂണ്ടലിലെ യൂണിവേഴ്സൽ വർക്ക്ഷോപ്പിൽ ബുധനാഴ്ച വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. വെൽഡിങ്ങിനിടെ സമീപത്തെ ഗ്യാസ് കുറ്റിയിലേക്ക് തീ പടരുകയായിരുന്നുവെന്ന് പറയുന്നു. തീ ആളിപ്പടർന്നതോടെ ജീവനക്കാർ ചേർന്ന് തീ അണയ്ക്കാൻ നടത്തിയ ശ്രമം വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ അണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലൈജു, രഞ്ജിത്ത്, ശ്യാം, ജിഷ്ണു, പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണച്ചത്. പോക്സോ കേസിൽ കായിക അധ്യാപകനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പേരാമ്പ്ര സ്വദേശി കണ്ണമ്പള്ളി സാബുവാണ് അറസ്റ്റിലായത്. കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. അളകപ്പ നഗർ NTC മില്ലിന് പുറകിലെ ആൾതാമസമില്ലാതെ തകർന്നു കിടക്കുന്ന ടെക്സ്റ്റൈൽ ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി. ആമ്പലൂർ സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ വികാസ്, വേണ്ടൂർ സ്വദേശി മാടമ്പി വീട്ടിൽ അനക്സ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം ഹാഷിഷ് ഓയിൽ പോലീസ് പിടികൂടി. കാട് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. പോലീസിനെ കണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്ക് ലഹരി വസ്തുക്കൾ നൽകിയവരെയും സംഘാംഗങ്ങളെയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു.
കൊടുങ്ങല്ലൂരിലെ വി പി തുരുത്തിൽ തെരുവ് കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണവും പണവും വിൽപ്പന സാധനങ്ങളും കവർന്നു. ദേശീയപാതയോരത്ത് പൊട്ടുവെള്ളരി, ഉണക്കമീൻ തുടങ്ങി വിൽക്കുന്ന അറപ്പാട്ട് വിജയൻ, പഴമ്പള്ളിശ്ശേരി സുമ, തറയിൽ ഷാജി എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. പെട്ടിക്കടകൾ കുത്തിത്തുറന്ന് പണം കവർന്ന മോഷ്ടാക്കൾ ഉണക്കമീനും പൊട്ടുവെള്ളരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു. രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്ഥാപന ഉടമകൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. വഴിയോര കച്ചവടക്കാരായിട്ടുള്ള 3 പേരുടെ കടകൾ തല്ലിപ്പൊളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പൈസയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി 3 കടകളുണ്ട്. ഇവരെ 3 കടകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഈ കടകളൊക്കെ തല്ലിപ്പൊളിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൽ മുമ്പൊക്കെ പല പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ അത് ഒറ്റപ്പെട്ടൊക്കെ എൻ്റെ പേരിൽ ആരും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവ് നായ ശല്യം വീണ്ടും കൂടുന്നു. പോകുന്നത് 2 ദിവസങ്ങളിലായി 2 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പുഷ്പഗിരി ഗ്രാമത്തിൽ ESI ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുശീലയ്ക്ക് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. തിങ്കളാഴ്ച പോകുന്നത്തുള്ള ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മുണ്ടൂർ സ്വദേശി ജെയിംസിനും തെരുവ് നായയുടെ കടിയേറ്റു. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും തെരുവ് നായ ശല്യം ഒഴിവാക്കാൻ കോർപ്പറേഷൻ അധികാരികൾ ഇടപെടുന്നില്ലെന്ന് കോർപ്പറേഷൻ കൌൺസിലർ AK സുരേഷ് ആരോപിച്ചു. ജില്ലയുടെ ഭരണസ്വരാകേന്ദ്രമായ കളക്ട്രേറ്റിലും പരിസരത്തും തെരുവ് നായ്ശല്യം രൂക്ഷം. ജില്ലാ ട്രഷറി പോലും തെരുവ് നായ്ക്കളുടെ വിഹാരരംഗം. കളക്ട്രേറ്റ് കെട്ടിടത്തിനുള്ളിൽ പോലും തെരുവ് നായ്ക്കൾ പെറ്റുപെരുകുന്നതായി ആക്ഷേപമുണ്ട്. പെൻഷൻ വാങ്ങാൻ വരുന്ന വൃദ്ധജനങ്ങളും വിവിധ ആവശ്യങ്ങൾക്കായി കളക്ട്രേറ്റിൽ വരുന്നവരും ജീവനക്കാരും ആശങ്കയിലാണ്. ജില്ലാ ട്രഷറിക്കുള്ളിൽ പോലും തെരുവ് നായ്ക്കൾ സ്വൈരവിഹാരം നടത്തുകയാണ്. എപ്പോൾ വേണമെങ്കിലും നായ്ക്കളുടെ കടിയേൽക്കാമെന്നതാണ് സ്ഥിതി. തെരുവ് നായ്ശല്യം ഇല്ലാതാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് ജില്ലാ ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ ആവശ്യപ്പെട്ടു. സാമൂഹ്യമാധ്യമങ്ങളിൽ സ്പർദ്ധ വളർത്തുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്ന സംഭവത്തിൽ കേസെടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള യുവാവിന്റെ പ്രവൃത്തി വീഡിയോയിൽ കണ്ടെത്തിയതോടെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വീഡിയോ എടുക്കുന്ന സമയം ഇയാൾക്ക് മാനസിക വൈകല്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ ഷെയർ ചെയ്യരുതെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ LDF അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് പരിധിയിലെ റോഡുകളെല്ലാം പൊളിച്ചിട്ടത് മൂലം കാൽനട യാത്ര പോലും ദുസ്സഹമായെന്ന് അംഗങ്ങൾ ആരോപിച്ചു. എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന അംഗങ്ങൾ പിന്നീട് പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്ത് അംഗം CP സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗങ്ങളായ സുമ ഷാജു, അനൂപ് മാത്യു, ഫിലോമിന ഫ്രാൻസിസ്, ഹിമദാസൻ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് താഴെ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞില്ല. ചൊവ്വാഴ്ച രാവിലെ പ്രദേശവാസികളാണ് പാലത്തിന്റെ കോൺക്രീറ്റ് പില്ലറിന് താഴെ 35 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ പരിസരത്ത് കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. വലതു കൈയിൽ സൈൻ ടു ഗോഡ് എന്ന പച്ചകുത്തി സീൽവള ധരിച്ചിട്ടുണ്ട്. കാട്ടൂരിൽ SFI പ്രവർത്തകർ ബസ് തടഞ്ഞു. തൃശൂർ റൂട്ടിൽ പോകുന്ന പ്രണവം ബസ് വിദ്യാർത്ഥികൾ കയറുന്നതിന് മുൻപ് എടുക്കുന്നുവെന്നാരോപിച്ചാണ് തടഞ്ഞത്. ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് SFI പ്രവർത്തകർ പറഞ്ഞു. SFI ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി നവ്യ കൃഷ്ണ, പ്രസിഡന്റ് സിജിൻ, കാട്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു, പ്രസിഡന്റ് അനുശ്രുതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പാട് സെന്ററിൽ നിർമ്മാണം പൂർത്തിയാകുന്ന കൾവർട്ട് സ്ലാബിന് മുകളിലുള്ള BSNL കേബിൾ അപകട ഭീഷണി ഉയർത്തുന്നു. വളവിലുള്ള പാലത്തിന് മുകളിൽ കിടക്കുന്ന കേബിൾ പൈപ്പിൽ കയറി ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണ് അപകടമുണ്ടാകുമെന്നാണ് ആശങ്ക. പ്രദേശവാസികൾ ഇക്കാര്യം പൊതുമരാമത്തിലും BSNL അധികൃതരെയും അറിയിച്ചുവെങ്കിലും കേബിൾ നീക്കം ചെയ്യാനോ മാറ്റിസ്ഥാപിക്കാനോ തയ്യാറായിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. മകരവിളക്ക് കണ്ടു മടങ്ങുന്ന അയ്യപ്പ ഭക്തർ ഉൾപ്പെടെ ആയിരങ്ങളാണ് ദർശനത്തിനെത്തിയത്. ഉദയാസ്തമന പൂജയുണ്ടായിരുന്നതിനാൽ ഇടവിട്ട് ക്ഷേത്രനട അടച്ചിട്ടതോടെ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായി. അടാട്ട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും LDF BJP കൂട്ടുകെട്ട് ഭരണത്തിനെതിരെ എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത്. വിചാരണ സദസ്സ് മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. അടാട്ട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് BG ഹരീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VO ചുമാർ, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബിപിൻ വടേരിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു.
UK-യിലേക്ക് ജോബ് വിസ വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തഞ്ചിറ സ്വദേശിനി പൂതോളിപ്പറമ്പിൽ നിമ്മി, സുഹൃത്ത് പത്തനാപുരം സ്വദേശി അധികാരത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ആളൂർ സ്വദേശി സജിത്തിനും 2 സുഹൃത്തുക്കൾക്കും UK-യിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് പ്രതികൾ 22 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വാണിജ്യം. ഷീ ഫിറ്റ്നസ് സെന്റർ അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലിക്കുമായി അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഷീ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിത നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യന്മാരായ AS ഫാത്തിമ ഫിസ, AS ഫാത്തിമ ഫിദ, സ്റ്റേറ്റ് ആം റെസ്ലിംഗ് ചാമ്പ്യൻ P ആര്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് നേടിയ ആം റെസ്ലിംഗ് താരം AU ഷാജു, ഷീ ഫിറ്റ്നസ് ഉടമ ജാബിർ മുഹമ്മദ് തുടങ്ങി പ്രമുഖ അഭിഭാഷകരും ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വാടാനപ്പിള്ളിക്കും കാഞ്ഞാണിക്കും പുറമെയാണ് അയ്യന്തോളിൽ ഷീ ഫിറ്റ്നസ് സെന്ററിന്റെ 2ാമത് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 7:30 വരെ സ്ത്രീകൾക്കും രാത്രി 7:30 മുതൽ 9 വരെ ഫാമിലിക്കുമായി ഷീ ഫിറ്റ്നസ് തുറന്നു പ്രവർത്തിക്കും. കുറഞ്ഞ ഫീസിൽ സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന് കീഴിൽ AC ജിമ്മിൽ പരിശീലനം നേടാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. വെയ്റ്റ് ലോസ് പ്രോഗ്രാംസ്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ്, എയറോബിക്സ് ആൻഡ് കാർഡിയോ, കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻസ്, ആം റെസ്ലിംഗ്, ചെസ് ട്രെയിനിംഗ്, യോഗ, കരാട്ടെ ക്ലാസ്, സുംബ ഡാൻസ് എന്നീ സേവനങ്ങൾ ഷീ ഫിറ്റ്നസിൽ ലഭ്യമാണ്. കൂടാതെ ഉദ്ഘാടന ഓഫറായി 3 മാസത്തെ ഫീസ് ഒന്നിച്ചടയ്ക്കുന്നവർക്ക് 1 മാസം സൗജന്യമായി നൽകുന്നു. അയ്യന്തോൾ, വാടാനപ്പള്ളി സെന്ററുകളിൽ ഈ ഓഫർ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9633494499. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3348 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. മാപ്പ് ചോദിച്ച് ബോബി. വനനിയമ ഭേദഗതി വേണ്ടെന്ന് വെച്ച സംസ്ഥാന സർക്കാർ. സർക്കാർ പിൻവാങ്ങിയത് കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കുന്നതായി ആക്ഷേപം. സർക്കാരിനെതിരെ സമരവുമായി AIYF. വാഴച്ചാൽ വനം ഡിവിഷന് കീഴിൽ ഏഴാറ്റുമുഖത്ത് കൊമ്പനെ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. വെടിയേറ്റ അടയാളമാണെന്ന പ്രചരണം നൽകി വനം വകുപ്പ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് മിഠായി കഴിച്ച് കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സംഭവത്തിൽ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മിഠായി കഴിച്ച് ഭക്ഷ്യവിഷബാധയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത മിഠായികൾ വിപണിയിൽ സജീവം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.